ദാവീദിന്റെ മേൽ കിടന്നത് രാജത്വത്തിന്റെ അഭിഷേകമാണ്. വർഷങ്ങളായി ഈ അഭിഷേകമുള്ള ദാവീദ് വീടിനകത്തും പുറത്തും രക്തബന്ധങ്ങളിൽ നിന്നൊക്കെ ഒരുപാട് പ്രശ്നങ്ങൾ അനുഭവിച്ച വ്യക്തിയാണ്. സ്വന്തം നാട്ടിൽ നിൽക്കാൻ പറ്റാതെ ഓടിപ്പോയ മനുഷ്യനാണ്. പൈശാചിക ലോകത്തിനറിയാം ദാവീദിന്റെ മേൽ കിടക്കുന്ന അഭിഷേകം അവന്റെ 27 തലമുറ കഴിയുമ്പോൾ അത് ദാവീദിന്റെ സന്തതിയായി യേശുക്രിസ്തു പുറത്തു വരുമെന്ന് മനസ്സിലാക്കിയ കള്ള സാത്താൻ ഈ അഭിഷേകത്തെ നഷ്ടപ്പെടുത്തുവാൻ പല വ്യക്തികളെയും പല നിലവാരത്തിൽ ദാവീദിന്റെ നേരെ ഉപയോഗിച്ചു. പക്ഷേ ആരൊക്കെ എതിരായി നിന്നിട്ടും ദാവീദിന്റെ അകത്ത് കിടന്ന അഭിഷേകം ഒരത്ഭുത മന്ത്രിയായി പുറത്തു വന്നെങ്കിൽ ഈ ദൈവശബ്ദം കേൾക്കുന്നത് ഞാൻ പറയാം, നിന്റെ അകത്ത് കിടക്കുന്ന അഭിഷേകം ഒരു വ്യക്തിയായി പുറത്തു വരാൻ പോവാ എന്ന് പറഞ്ഞാൽ രാജത്വത്തിന്റെ അഭിഷേകമാകയാൽ ഒരു അത്ഭുത മന്ത്രിയായി, ഹീലിംഗ് മിനിസ്ട്രിയായി, പ്രവചന ശബ്ദമായി നിന്റെ അകത്ത് ദൈവം പുറത്തുകൊണ്ടാൻ പോയാ. പ്രതികൂലങ്ങൾ കാണാം, നിന്നോടല്ല പോരാട്ടം, നിന്റെ മേൽ കിടക്കുന്ന രാജത്വത്തിന്റെ അഭിഷേകമാണ്. അതുകൊണ്ടാണ് ദാവീദിന്റെ സന്തതിയായി യേശുക്രിസ്തു പുറത്തു വരുമെന്ന് അറിയാവുന്ന ശത്രു ഈ അഭിഷേകത്തെ നഷ്ടപ്പെടുത്താൻ പല ശ്രമവും നടന്നു. 2025 ഏപ്രിൽ മാസം തീരാൻ പോകുന്ന ഈ ദിവസങ്ങളിൽ നിങ്ങളുടെ മേൽ കിടക്കുന്ന അഭിഷേകം ഒരധികാര ശുശ്രൂഷയായി പുറത്തു വരാൻ പോവുകയാ. ഒത്തിരി പേരെ വിടിവിക്കുന്ന ഒരു അനോയിന്റിംഗ് ആയി പുറത്തു വരാൻ പോവുകയാ. അതുകൊണ്ട് അഭിഷേകത്തിന്റെ ആ ഒരളവിൽ നിൽക്കുന്ന നിങ്ങൾ പ്രതികൂലങ്ങളെ കണ്ട് പേടിക്കരുത്, ശക്തമായി മുന്നോട്ട് പോകുക. ഗോഡ് ബ്ലസ് യു.